ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇനി വരുന്ന ആഴ്ച നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ തമിഴ് പാണ്ഡ്യൻ സ്റ്റോർ 2 ആ ഒരു ട്വിസ്റ്റ് നടക്കുന്ന ഭാഗം ഓൾറെഡി ഞാൻ ഇതിന്റെ റിവ്യൂ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അലോകിന്റെ ഒരു കാമുകീനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അതെ, അതാണ് നമുക്ക് ഇനി വരുന്ന ആഴ്ച കാണാൻ വേണ്ടി പോണത്. അത് വേറൊന്നല്ല, നമ്മുടെ മീനാക്ഷിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആര്യൻ മീനുവിനെയും കൂട്ടിക്കൊണ്ട് മീനിന്റെ ഓഫീസ് വരെ പോകുവാണ്. അപ്പൊ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും തമിഴിൽ അവർ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പക്ഷെ ഇതില് നമ്മുടെ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് ആര്യൻ ബൈക്കിനാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ഥലം എത്തുമ്പോഴേക്കും അവർ അലോകിനെ കാണാട്ടോ. അലോകും ഒരു പയ്യനും ഒരു പെണ്ണും കൂടിയുണ്ട്. അവര് 3 പേരും കൂടി ഭയങ്കര സംസാരമാണ്. ഭയങ്കര കളിച്ച് ചിരിച്ചൊക്കെ ഭയങ്കര സംസാരം കേട്ടോ. അപ്പൊ ഇങ്ങനെ ആര്യൻ ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. എടുത്തി അത് അലോകല്ലേ? ആ ശരിയാ, അലോക് തന്നെ. ഓ, ഇവനെ കൂട്ടുകാരൊക്കെ ഉണ്ടോ എന്ന് മീനു ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് അലോക് പുറകു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇവരെ കാണുന്നുണ്ടോ. അലോകിനെ മനസ്സിലായി ഇവർ രണ്ടുപേരും അലോകിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലോക് വേഗം തന്നെ തന്റെ കൂട്ടുകാരായിട്ടുള്ള 2 പേർക്ക് പറയുന്നുണ്ട്, ദേ ആ പുറകെ നിൽക്കുന്നവരുണ്ടല്ലോ എന്റെ ആജന്മ ശത്രുക്കളാണ്. എനിക്ക് അവരെ കണ്ണെടുത്താ കണ്ടുടാ. ഞാനിപ്പൊ നിങ്ങൾക്ക് സംസാരിച്ചിരിക്കണം, നിങ്ങൾ ആരാണെന്നായിരിക്കും അവര് നോക്കിക്കൊണ്ടിരിക്കണത്. എടി, നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താടാ? അതെ, അവരുടെ മുമ്പിൽ നീ എന്റെ ലവറായിട്ടൊന്ന് അഭിനയിക്കാവോ? ലവറായിട്ട് അഭിനയിക്കാനാ? ചീ പോടാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിന്നോട് ഇഷ്ടം എന്നപ്പോ നീ എന്താ പറഞ്ഞത്? ജോലി ആവട്ടെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന്. എന്നിട്ട് നീ എന്നെ വിവാഹം കഴിച്ചോ? ഇല്ലല്ലോ. നിന്റെ അമ്മാവന്റെ മോളെ നീ വിവാഹം കഴിച്ചില്ലേ? എടി, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. ആ അമ്മാവന്റെ മോളെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ചേട്ടനാണ് ആ നിൽക്കുന്ന ആര്യൻ. അതിന്റെ ചേട്ടന്റെ ഭാര്യയാണ് ആ നിൽക്കുന്ന മീനാക്ഷി. അവന്റെ ഏടത്തിയാണ്. എടി, അവരുടെ മുമ്പിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം പ്ലീസ്. എന്റെ അടുത്ത് ഒന്ന് ലവറിനെ പോലെ ഒന്ന് അടുത്തിടപഴകിയാൽ മാത്രം മതി. എടാ, അത് വേണോ? നിന്റെ കല്യാണം കഴിഞ്ഞ് നീ സെറ്റായി. എടാ, എന്റെ കല്യാണമൊന്നും പോലും കഴിഞ്ഞിട്ടില്ലടാ. മറ്റുള്ളവർ കണ്ട തെറ്റിദ്ധരിക്കും. എടി, നീ ഒന്നും പേടിക്കണ്ട, വെറുതെ ഒന്ന് കളിച്ച് ചിരിച്ചിരുന്നാ മാത്രം മതി. ശരി ശരി എന്ന് കൂട്ടുകാരി പറയണേ. അപ്പൊ കൂട്ടുകാരൻ പറയണ്ട, ശരി എന്ന് നിങ്ങൾ അഭിനയിച്ച് തകർത്തോ, ഞാൻ അപ്പുറത്തുണ്ടാവുന്ന പറഞ്ഞ് കൂട്ടുകാരൻ പോവാണ്. അങ്ങനെ പിന്നീട് അലോക് ആ പെണ്ണിന്റെ തോളിൽ കൈ വെച്ചിട്ട്, എടി പറയടി, എന്തൊക്കെയുണ്ടെടി, സുഖാണോടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കാട്ടോ. അപ്പൊ ഇവര് സംസാരിക്കണമെന്ന് തന്നെ ദൂരെ നിൽക്കുന്ന ആര്യനും മീനാക്ഷിയും കേൾക്കുന്നില്ല. പക്ഷെ ഇവര് നന്നായിട്ട് അടുത്ത് സംസാരിക്കാനായിട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട്, മീനാക്ഷി എടുത്തി അവരുടെ സംസാരവും പ്രവൃത്തിയൊന്നും ശരിയല്ല. അവരുടെ സംസാരം കണ്ടിട്ട് അവന്റെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നല്ലോ എടുത്തി അവള്. നീ പറഞ്ഞ ശരിയാണ്, അവരുടെ സംസാരം എനിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അലോക് ബൈക്കിൽ കയറാണ്. എടി, വണ്ടിയിൽ കയറടി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് വണ്ടിയിൽ കയറ്റാനിട്ട് ആ പെണ്ണോട് പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ കൂടി ഞാനിപ്പോ പാസ് ചെയ്തു പോകും. അവരുടെ മുൻപിൽ എത്തുമ്പോ തന്നെ നീ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം ബൈക്കില്. ശരി എന്ന് കൂട്ടുകാരിയും പറയുന്നുണ്ട്. അങ്ങനെ ആര്യനും മീനാക്ഷിയും അവിടെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അലോക് ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറാണ്. ശേഷം ആ പെണ്ണോട് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറയാണ്. ആ പെണ്ണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ശേഷം ഇവിടെ മുമ്പിൽ കൂടി തന്നെ ഇവരെ കാണാത്ത പോലെ പാസ് ചെയ്തു പോവാണ്. ആര്യം പറയണ്ട്, എടുത്തി ഒരു കാണിച്ച് വണ്ടിയിൽ കയറി, നമുക്ക് അവരെവിടെ പോകണം നോക്കണം എന്ന് പറഞ്ഞിട്ട് ആര്യനും മീനാക്ഷി തൊട്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഒരു ഐസ്ക്രീം പാർലറിന് മുമ്പിൽ നിർത്താണ്. രണ്ടുപേരും അകത്ത് കയറി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആര്യനും മീനാക്ഷിയും പുറത്തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ പെണ്ണിന്റെ മുഖത്തും കവിളിലും മുടിയിലൊക്കെ അലോക് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തടവി കൊടുക്കണം. അതായത് ലവറിനോട് ഭയങ്കര ട്രൂ ലവ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കാണ് അലോക്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ പെണ്ണ് പണ്ടിട, ഇത് കുറെ നേരം അഭിനയിക്കുന്ന മതിയായി, ശരിയടി എന്നാ നീ പോയിക്കോ, നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് വഴിക്ക് പോവാട്ടോ. ആര്യനാണെങ്കിൽ ദേഷ്യം വരും. ആ പെണ്ണ് പോയി കഴിയുമ്പോ ആര്യൻ വേഗം അലോകിന്റെ അടുത്തേക്ക് പോവാണ്. എടാ, നീ എന്റെ പെങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? നിനക്ക് വേറെ പെണ്ണുണ്ടല്ലേ? അതേടാ, ഇവള് മാത്രല്ലേ, എനിക്ക് ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, ഒത്തിരി ലവറുണ്ട്. എടാ, നിന്റെ അനിയത്തിനെ വിവാഹം കഴിച്ചു വെച്ചിട്ട് ഞാൻ ഈ ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യണടാ. ബാച്ചിലർ ആയിട്ട് പ്രായം ആയിട്ടില്ല എനിക്ക്. അതിനു മുമ്പേ ഞാൻ മിങ്കിളായി എന്ന് വെച്ചിട്ട് എനിക്ക് എൻജോയ് ചെയ്യണ്ടേ? ദാ പോയ പെണ്ണുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ പുറകെ നടന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോ അവള് വീണ്ടും എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു, ഞാനും തിരിച്ചിഷ്ടമെന്ന് പറഞ്ഞു. ചതിയാ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. നേരെ വീട്ടിലേക്ക് പോവാണ്. ദേവമംഗലത്തെത്തിയ ആര്യൻ ദേഷ്യത്തിലാട്ടോ. അപ്പൊ ഗോമതിയും ബാലനൊക്കെ ചോദിക്കണ്ടേ, എന്താ മോനെ, എന്താ കാര്യം ചോദിക്കുമ്പോ മീനാക്ഷി നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ റോട്ടിൽ വെച്ച് അലോകിന്റെ കാമുകീനെയും കണ്ട കാര്യം പറയാണ്. ഇത് കേൾക്കുമ്പോ ബാലനും ആകെ ദേഷ്യം വരുവാണ്. ബാലനപ്പ തന്നെ, ഗോമതി എന്റെ കൈ വിട്, എനിക്ക് ഇപ്പൊ തന്നെ ഇത് അവനോട് ചോദിക്കണം പറഞ്ഞിട്ട് മതിലിന്റെ സൈഡിൽ പോയി നിൽക്കണ്ടടാ അലോകെ,
ഇവിടെ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ അലോകും അനുവും മുത്തശ്ശിയും രാജശ്രീയും നന്ദിനിയും അച്യുതൻ അനന്തൻ എല്ലാവരും ധർമ്മനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സുകന്യ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ ചോദിക്കുമ്പോ ബാലൻ പറയണ്ട, എടാ അലോകെ, നിനക്ക് വേറൊരു കാമുകയുണ്ട്, എന്റെ മോളെ എന്തിനാണ് നീ വിവാഹം കഴിച്ചത്, അവളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ പ്രശ്നം വലിയ വഴക്കിലേക്ക് തന്നെ കലാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ അനുക്ക് മനസ്സിലായി, ഇനി സത്യങ്ങൾ പറയാതിരുന്നതിനാ പ്രശ്നവും. സത്യങ്ങൾ പറയണമെന്ന് അനു തീരുമാനിക്കുകയാണ്. അവിടെ വെച്ച് അനു ആ സത്യം തുറന്നു പറയാണ്, എന്റെയും അലോകിന്റെയും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന്. അത് കേൾക്കുമ്പോ എല്ലാവരും വാ പൊളിച്ച് തുറന്നു നിൽക്കാട്ടോ. നീ എന്തൊക്കെയാ മോളി പറയണത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ, അതേ മുത്തശ്ശി, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാല അലോക് കഴിച്ചത് ഇട്ടതല്ല, ഞാൻ തനിയെ ഞാൻ തന്നെ ഇട്ടതാണ്. എന്റെ അലോക് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നതാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ മോളെ? നീ എന്തൊക്കെയാ പറയണത്? അതേ മുത്തശ്ശി, എന്റെ കല്യാണ തലേന്ന് ഇവൻ എന്നോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തേക്ക് വിളിച്ചു. അതിനുശേഷം ഇവനും ഇവന്റെ ഗുണ്ടകളും ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. ഇവന്റെ ഉദ്ദേശം എന്റെ കല്യാണം മുടക്കുക എന്നുള്ള മാത്രമായിരുന്നു. അതിന്റെ പുറകിൽ എന്റെ വീട്ടുകാരും എല്ലാവരും നാണം കെട്ടു. എന്നിട്ട് ഇവന് അമേരിക്കക്കാരനെ വിവാഹം കഴിക്കണം. അങ്ങനെ അവൻ അമേരിക്കക്കാരനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ടത് ഞാനും കരുതി. അതിനു വേണ്ടി കെട്ടിത്തൂക്കിയതാ ഞാൻ ഈ കഴുത്തിലെ താലി. ഇത് ഇവൻ കെട്ടിയ താലിയല്ല, ഞാൻ തനിയെ കെട്ട താലിയാണ്. ഞങ്ങളുടെ വിവാഹം നിയമപരമായിട്ട് കഴിഞ്ഞിട്ടുമില്ല എന്ന് സത്യം പറയാണ് നമ്മുടെ അനു കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴേക്കും ബാലനും ഗോമതി എല്ലാവരും ഭയങ്കര ഷോക്ക് ആവാണ്. എന്റെ അനു തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോകുന്നുണ്ട്. അനുവിനെ എല്ലാവരും വഴക്കൊക്കെ പറയുന്നുണ്ടോ, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തിയത്, ഞങ്ങൾ നാണം കെടുത്തി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അനുവിനെ. അനു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അനു അവിടെ നിന്ന് ഓടി വേഗം ദൈവമംഗലത്തേക്ക് വരുവാണ്. നമ്മുടെ ബാലൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് അനുവിനെ. അനു ബാലന്റെ കാലി പിടിച്ച് കാര്യമാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണോ അച്ഛാ, ആ സമയത്ത് എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല. എന്റെ വീട്ടുകാര് ജീവന്റെ വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു, ജീവന്റെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെട്ടു. എന്നിട്ട് അതേ അവന്റെ ഉദ്ദേശം ഉണ്ടായല്ലോ, അലോകിന്റെ ഉദ്ദേശം. എന്നിട്ട് അവളെ കല്യാണം കഴിക്കണം, അമേരിക്കക്കാരന്. അങ്ങനെ അവൻ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛാ ഞാൻ ഈ കഴുത്തിലെ താലി ഇട്ടതല്ല. അത് എനിക്ക് അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല അച്ഛാ. നമ്മളെ ചതിച്ച അലോകിന് തിരിച്ചൊരു പണി കൊടുക്കണം, അതിനെ വേണ്ടി ഞാൻ ഈ നാടകം കളിച്ചത് എന്ന് അനു പറയണം. ഇത് കേൾക്കുന്ന ബാലൻ പറഞ്ഞിട്ട്, മോളെ എനിക്കിപ്പോ സത്യങ്ങളൊക്കെ മനസ്സിലായി, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിന്റെ കൈ പിടിച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തിന്റെ ഗേറ്റിനടുത്ത് നിൽക്കാണ് ബാലൻ. എടാ അലോകെ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അലോകെ ഇറങ്ങി വരുന്നുണ്ട്. അനുവിന്റെ കഴുത്തിലെ താലി അനുവിനോട് പറഞ്ഞിട്ട്, മോളെ നീ ഇത് പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നോ അതോ ഞാൻ പൊട്ടിച്ച് വലിച്ചെറിയണോ എന്ന് ചോദിക്കണം. അനു പറയണ്ട്, അച്ഛാ ഇത് ഇവൻ കെട്ടിയ താലിയല്ല, പക്ഷെ ഇവൻ വാങ്ങിച്ച താലിയാണ്, ഇത് ഞാൻ തന്നെ ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാം എന്ന് പറഞ്ഞിട്ട് ആ താലി വലിച്ചു പൊട്ടിച്ചൂരി അനു അലോകിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. അതിനുശേഷം അനുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ബാലൻ പഴയ പോലെ തന്നെ ദേവമംഗലത്ത് സുഖമായിട്ട് കഴിയാണ്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ച ഭാഗമില്ലേ, അത് കഴിഞ്ഞിട്ട് ഇതാണ് വരാൻ പോകുന്നത്. 100% ഇത് വരും. കാരണം തമിഴിൽ കാണിച്ച അതേ ഭാഗം, അതേ പ്രൊമോ തന്നെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം 100% വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയാൻ പോകുന്ന ഭാഗമാണ് ഈ ആഴ്ച കേട്ടോ. ഇതിനുശേഷം കുറെ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇതിന്റെ തമിഴിലെ ഭാഗം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ തമിഴിലെ ഭാഗം പറയണ്ട എന്ന് പറയുമ്പോൾ. വേറൊന്നുമല്ല, എന്താണ് തമിഴിലെ പോലെ തന്നെ മലയാളം പോണോണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വീക്കെൻഡ് പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഭാഗമായിട്ട് പറഞ്ഞു പോണത്, അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള റിവ്യൂ എന്നല്ല, ഒറിജിനൽ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോ ബൈ.